പിണറായി സർക്കാരിന് ഒരു പൊൻതൂവൽ കൂടി എത്തിയിട്ടുണ്ട്. അതായത് ചെയ്യുന്ന പ്രവൃത്തിയെ മറ്റുള്ളവർ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അതിൽ അവർ എങ്ങനെയാണ് സംതൃപ്തി പ്രകടിപ്പിക്കുന്നു എന്നതിന്റെ ഒരു മകുട ഉദാഹരണമാണ് ദേ ഈ പ്രതികരണം. ഇടത് സർക്കാരിനോടുള്ള ഒരു ഒരു നിലപാട് ഏത് തരത്തിലാണ്? ഇന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഗുരുവിൻ്റെ ധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ സർക്കാരിന് അതിന് തെറ്റുപറ്റിയിട്ടില്ല, ഇടത് സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന് തന്നെയാണ്. തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റില്ല. ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമിയുടെ പ്രതികരണമാണ്. പ്രത്യേകിച്ച് ശിവഗിരിയുമായി ബന്ധപ്പെട്ട്, അതായത് ആരാധനാലയങ്ങളോടോ ഹിന്ദു വിശ്വാസങ്ങളോടൊക്കെ വലിയ എതിർപ്പാണ്, കമ്മ്യൂണിസ്റ്റുകൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നിടത്ത് ശിവഗിരിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ സ്ഥാപനങ്ങളെയൊക്കെ കഴിഞ്ഞ 8.5 വർഷം എങ്ങനെയാണ് പരിഗണിച്ചതെന്നും അവിടെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് സർക്കാർ ഇടപെടുന്നു എന്നതിന്റെ തെളിവാണ് ആ വാക്കുകൾ. ആ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ്, അല്ലാതെ വ്യക്തിക്കുള്ള അംഗീകാരമല്ല. അപ്പോ ഈ സർക്കാർ 8.5 വർഷം കൊണ്ട് ഒന്നും ചെയ്തില്ല, വിശ്വാസങ്ങളെ തകർക്കുന്നു, ഹിന്ദുക്കളെ വേട്ടയാടുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ബോധ്യപ്പെടുത്തില്ലേ? അത് ഒരു സംഘടിതമായിട്ടുള്ള നീക്കമാണ്. ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ, പണ്ട് മഹാബലി ഈ നാട് ഭരിച്ചിരുന്ന സമയത്ത് അസുര രാജാവായിരുന്നു